ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് വിറകടുപ്പിൽ നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയാലോ. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ അടുപ്പിൽ ഒരു ഉരുളി വയ്ക്കുക. ഉരുളി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ സവാള കുനുകുന അരിഞ്ഞതും വറ്റൽമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കുക. നമ്മൾ കടുക് വറുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സവാളയാണ് കുനുകുന അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. കൊച്ചുള്ളി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അത് നല്ലപോലെ നിറം മാറി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 3 മീഡിയം സവാള അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ 3 പച്ചമുളക് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ നിറം മാറുന്നത് വരെ, അതായത് സവാളയുടെ നിറം മാറുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു അവസ്ഥ അനുസരിച്ച് നമ്മൾ വിറകടുപ്പിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഗ്യാസിൻ്റെ പ്രതിസന്ധിയൊക്കെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തും നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നെ ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും എടുത്ത് നല്ലപോലെ പേസ്റ്റാക്കിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും നല്ലപോലെ മിക്സ് ആക്കുക. പിന്നീട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പീസസ് ആണ്, ഇറച്ചി കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമ്മൾ ഇളക്കുക. ഇവിടെ 1.5 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ ഇളക്കുക, മിക്സാക്കുക. അതിലേക്ക് നമ്മൾ ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ആവശ്യത്തിന് ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നല്ലപോലെ മിക്സാക്കുക. കാരണം മസാല കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്നത് പോലെ നല്ല രീതിയിൽ അത് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇത് മിക്സാക്കി ഇളക്കുക. പിന്നീട് നമ്മൾ അടുത്തതായി ചേർക്കുന്നത് ആവശ്യത്തിന് വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സാക്കുക. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വിറകടുപ്പിൽ പാചകം ചെയ്തത് കൊണ്ട് ഈ ചിക്കൻ കറിക്ക് വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം.